പ്രിയപ്പെട്ട കൂട്ടുകാരെ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ചാപ്റ്ററിലെ 3 ഗ്ലാൻസ് ഒരുമിച്ചൊരു വീഡിയോയിൽ പഠിക്കുകയാണ്. ഇവിടെ മിനിറ്റുകൾക്കുള്ളിൽ 3 ഗ്ലാൻസ് ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. തൈറോയ്ഡ് ഗ്ലാൻഡ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാക്കി ഗ്ലാൻസും പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ബയോട്ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ബ്രെയിനിൽ തന്നെയാണ് പീനിയൽ ഗ്ലാൻഡ് ഉള്ളത്. പൈൻ മരത്തിൻ്റെ കോണിനോട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ് പൈനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പീനിയൽ ഗ്ലാൻഡ് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഫോർ ബ്രെയിനിൻ്റെ ഡോർസൽ സൈഡിലായിട്ടാണ് പീനിയൽ ഗ്ലാൻഡ് കാണുന്നത് എന്ന് പറയാം. പീനിയൽ ഗ്ലാൻഡ് ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് മെലാറ്റോണിൻ. മറക്കരുത്, മെലാറ്റോണിൻ. പേര് വെച്ച് മെലാനിൻ പിഗ്മെന്റിന്റെ കോൺസെൻട്രേഷനുമായാണ് കണക്ഷൻ. എങ്കിലും ശരീരത്തിലെ ഡയേണൽ റിഥം അല്ലെങ്കിൽ 24 hours റിഥം മെയിൻറ്റെയിൻ ചെയ്യലാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതായത് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുക. രാത്രി ഉറങ്ങിയും പകൽ ഉണർന്നുമുള്ള ശരീരത്തിന്റെ ഈ താളം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ഡയേണൽ റിഥം എന്ന് പറയുന്നത്. എന്നാൽ ഇതുകൂടാതെ ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ നടത്താനും മെലാറ്റോണിൻ സഹായിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മെലാനിൻ പിഗ്മെന്റിന്റെ അളവിനെ നിയന്ത്രിക്കുന്നതിലും മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിലും ബോഡി ഡിഫൻസ് അഥവാ ഇമ്മ്യൂണിറ്റിയിൽ വരെ മെലാറ്റോണിൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് ഒന്നുകൂടെ ഓർക്കുക. കാരണം ഇതുവരെ നിങ്ങൾക്ക് ബയോളജിക്കൽ ക്ലോക്ക് ആണ് നമ്മുടെ മെലാറ്റോണിൻ എന്നൊക്കെ മാത്രമേ അറിയുള്ളൂ. എന്നാൽ ആ ഒരു ഡേ ആൻഡ് നൈറ്റ് റിഥം മാത്രമല്ല, ഡയണൽ റിഥം മാത്രമല്ല, ബോഡി ടെമ്പറേച്ചർ, അതേപോലെ പിഗ്മെന്റേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ, ഡിഫൻസ് കേപ്പബിലിറ്റി, ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മെലാറ്റോണിനെ കൊണ്ട് പറ്റും. ഇപ്പം സെറ്റല്ലേ? ഇനി നേരെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിലേക്ക് വരാം. പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, തൈറോയിഡിന് പാരലലാണ് എന്നുള്ളത്. തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പഠിക്കാത്തവർക്ക് ഇതേ ചാനലിൽ തന്നെ അത് അവൈലബിൾ ആണ്. കഴുത്തിൽ ട്രക്കിയൊക്കെ ഇരുവശങ്ങളിലായാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് കാണുന്നത്. ആ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പിൻഭാഗത്തായി 4 ചെറിയ പാരാതൈറോയ്ഡ് ഗ്ലാൻഡുകളാണ് ഉള്ളത്. 2 ലോബുകളുള്ള തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഓരോ ലോബിലും 2 വീതം പാരാതൈറോയ്ഡ് ഗ്ലാൻഡുകളുണ്ട്. ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് പാരാതൈറോയ്ഡ് ഹോർമോണാണ്. PTH എന്നും വിളിക്കാം. ഇത് അമിനോ ആസിഡുകൾ കൂടി ചേർന്നുണ്ടായ ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. മറക്കണ്ട, പെപ്റ്റൈഡ് ഹോർമോണാണ്. ബ്ലഡിലെ കാൽഷ്യം ലെവലിനനുസരിച്ചാണ് ഈ ഹോർമോൺ കൂടുന്നതും കുറയുന്നതും. അതായത് ഈ ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാൽഷ്യത്തിന്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് മാറും. അതായത് കാൽഷ്യം കുറഞ്ഞാൽ പാരാതൈറോയ്ഡ് ഹോർമോൺ കൂടും. ബ്ലഡ് കാൽഷ്യം കുറയുന്നത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന് സഹിക്കില്ല. അപ്പം തന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ സെക്രീഷൻ കൂട്ടും. പാരാതൈറോയ്ഡ് ഹോർമോൺ ബോണിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാൽഷ്യത്തിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യും. അതായത് ബോണിൽ നിന്നും റിസോപ്ഷൻ നടത്തും. ബോണിലെ ഒരു മിനറലായ കാൽഷ്യത്തിനെ റിമൂവ് ചെയ്ത് ബ്ലഡിലേക്ക് കൊണ്ടുവരും. ഇതിനെ നമുക്ക് ഡീമിനറലൈസേഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ എന്നൊക്കെ വിളിക്കാം. അങ്ങനെ ബോണിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂടും. കൂടാതെ കിഡ്നിയിലെ റീനൽ ട്യൂബ്യൂളിൽ നിന്നും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടും. ഇൻഡസ്റ്റൈനിൽ നിന്നും ഭക്ഷണത്തിലൂടെ വരുന്ന കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനും കൂട്ടും. ഇങ്ങനെ എന്ത് വില കൊടുത്തും ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടാൻ ശ്രമിക്കുന്ന ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. അതുകൊണ്ട് ഇതിനെ ഹൈപ്പർ കാൽഷ്യമിക് ഹോർമോൺ എന്നാണ് വിളിക്കുക. ഹൈപ്പർ എന്നാൽ കൂടുതലെന്നും കാൽഷീമിയ എന്നാൽ ബ്ലഡിലെ കാൽഷ്യം എന്നുമാണ് അർത്ഥം. അപ്പോൾ സെറ്റല്ലേ? എന്നാൽ ഇതിനോട് ചേർത്ത് ഓർത്ത് പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം, ബ്ലഡ് കാൽഷ്യം കൂടിയാൽ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളാണ് തൈറോകാൽസിറ്റോണിൻ. പാരാതൈറോയ്ഡ് ഹോർമോൺ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നയാൾ. പാരാതൈറോയ്ഡ് ഹോർമോണും കാൽസിറ്റോണിനും ആൻറ്റഗോണിസ്റ്റിക് ആണ് എന്ന് പറയാം. അതായത് ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. ആ ഒരർത്ഥത്തിൽ തൈറോയ്ഡ് ഗ്ലാൻഡിലെ കാൽസിറ്റോണിന് പാരയാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. അതുകൊണ്ട് പേര് കറക്റ്റാണ്, പാരാതൈറോയ്ഡ് ഹോർമോൺ. എനിവേ, 2 പേരും ചേർന്നാണ് ബ്ലഡ് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോൺ ആരാണ് എന്ന്. ആരാണെന്നുള്ളത് ഇപ്പം തന്നെ ആ കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ 2 ഗ്ലാൻഡുകൾ അടിപൊളിയായിട്ട് പഠിച്ചു. ഇനി ഒരു ഗ്ലാൻഡ് കൂടി ഇപ്പം തന്നെ പഠിച്ച് സെറ്റാക്കാം.
ഇതിനിടക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അത് നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കാൻ പോകുന്ന ഗ്ലാൻഡ് തൈമസ് ഗ്ലാൻഡാണ്. തൈമസ് ഗ്ലാൻഡ് തൊറാസിക് ക്യാവിറ്റിക്കുള്ളിലാണ് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ നെഞ്ചിനുള്ളിൽ ഹാർട്ടിൻ്റെയും അയോട്ടയുടെയും ഒക്കെ വെൻട്രൽ സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ പ്രധാനപ്പെട്ട റോളാണ് തൈമസിനുള്ളത്. തൈമസും അമിനോ ആസിഡുകൾ ചേർത്തുണ്ടാക്കിയ ഒരു പെപ്റ്റൈഡ് ഹോർമോണിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. തൈമസിൽ നിന്ന് വരുന്ന ഈ പെപ്റ്റൈഡ് ഹോർമോണിനെ തൈമസിൻസ് എന്ന് വിളിക്കാം. തൈമസ് ഗ്ലാൻഡിനെ ട്രെയിനിങ് സ്കൂൾ ഓഫ് ലിംഫോസൈറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ടി ലിംഫോസൈറ്റുകൾ ഇവിടെ വന്നാണ് മെച്ചർ ആവുന്നത് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഈ ഡിഫറൻസിയേഷനെ സഹായിക്കലാണ് തൈമസിൻ്റെ ഒരു ജോലി. മറക്കണ്ട, തൈമസിൻ്റെ ടി ആണ് ടി ലിംഫോസൈറ്റിൻ്റെ ടി. ടി ലിംഫോസൈറ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക. കൂടാതെ ബി ലിംഫോസൈറ്റുകളുടെ സഹായത്തോടെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ നടത്താനും തൈമസിൻ സഹായിക്കുന്നു. ബി ലിംഫോസൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ രണ്ട് ഇമ്മ്യൂണിറ്റികളും പ്രൊമോട്ട് ചെയ്യാൻ തൈമസിൻ സഹായിക്കുന്നു എന്നുറപ്പായില്ലേ? പ്രായം കൂടുന്നതിനനുസരിച്ച് ഡീജനറേറ്റ് ആവുന്ന അല്ലെങ്കിൽ ചെറുതായി പോകുന്ന ഗ്ലാൻഡാണ് തൈമസ്. അതുകൊണ്ടാണ് പ്രായമായവരിൽ ക്രമേണ രോഗപ്രതിരോധ ശേഷി കുറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, തൈമസിൻ ടി ലിംഫോസൈറ്റ്സിൻ്റെ ഡിഫറൻഷിയേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും അതേപോലെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യുക വഴി ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും ഉണ്ടാക്കാനും നമ്മുടെ തൈമസിൻസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.